പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. കാരണം ഇന്ന് പരമശിവന്റെ ശക്തമായ ദർശനഫലം ലഭിക്കുന്ന ഒരു ദിനമാണ്. ചിലർക്ക് സ്വപ്നത്തിൽ, ചിലർക്ക് ധ്യാനത്തിൽ, ചിലർക്ക് മനസ്സിൻ്റെ ആഴത്തിൽ ശിവസാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ശിവന്റെ പിറന്നാൾ. ഇന്ന് ശിവദർശനം ഉണ്ടാകുന്നവർ ആരെല്ലാം, ശിവാനുഗ്രഹം ലഭിക്കുന്ന ലക്ഷണങ്ങൾ, ഏത് നക്ഷത്രക്കാർക്കൊക്കെ രാജയോഗം തുറന്നു കിട്ടുന്നു, ശിവനെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം അനുഭവപ്പെടും. ശിവന്റെ പിറന്നാൾ, അതിൻ്റെ ആത്മീയ അർത്ഥം. പരമശിവൻ ജനിച്ചവനല്ല, അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ്. അവൻ കാലത്തിനപ്പുറത്തുള്ളവൻ. എന്നാൽ മനുഷ്യർക്കായി ശിവൻ അവതരിക്കുന്ന ദിവസമാണ് ശിവജയന്തി അല്ലെങ്കിൽ മഹാശിവരാത്രി. ഈ ദിവസം അഹങ്കാരം നശിപ്പിക്കപ്പെടുന്നു, കർമ്മബന്ധങ്ങൾ അഴിയുന്നു, ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ശിവൻ ജനിച്ച നിമിഷം മുതൽ പ്രപഞ്ചം മുഴുവൻ ഓം എന്ന നാദത്തിൽ മുഴങ്ങിത്തുടങ്ങി. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഒരു സാധാരണ ദിനമല്ല. ഇന്ന് ശിവദർശനം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇന്ന് ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. കണ്ണിൽ നിന്നും കാരണമില്ലാതെ കണ്ണുനീർ വരും. മനസ്സ് അസാധാരണമായ ശാന്തിയിലേക്ക് പോകും. നമഃശിവായ മന്ത്രം മനസ്സിൽ താനെ ഉച്ചരിക്കും. വെളുത്ത നിറം, തീ, പർവ്വതം, നാഗം, ചന്ദ്രൻ ഇവയൊക്കെ സ്വപ്നത്തിൽ കാണാം. പഴയ ദുഃഖങ്ങൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശിവന്റെ ദർശനത്തിൻ്റെ പഥത്തിലാണ്. ശിവാനുഗ്രഹം ലഭിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ശിവൻ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ തടസ്സപ്പെട്ട വിവാഹങ്ങൾ നടക്കും. കടബാധ്യതകൾ ഒഴിയും. ജോലി അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഉയർച്ചയുണ്ടാകും. ശത്രുക്കൾ സ്വയം മാറി നിൽക്കും. ദുർബലമായ ഗ്രഹദോഷങ്ങൾ നശിക്കും. ശിവൻ പെട്ടെന്ന് നൽകില്ല, പക്ഷേ ഒരിക്കൽ നൽകിയാൽ എല്ലാം മാറ്റിമറിക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഇന്ന് രാജയോഗം? മകം നക്ഷത്രക്കാർ, ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം. നേതൃത്വം, അധികാരം, അംഗീകാരം. ഇന്നു മുതൽ ഇവർക്ക് രാജയോഗം തുടങ്ങും. തൃക്കേട്ട, ജീവിതത്തിൽ സഹിച്ച വേദനകൾക്ക് ഇന്നു മുതൽ ഫലം ലഭിക്കും. ശത്രുനാശത്തിനും യോഗമുണ്ട്. മൂലം, കർമ്മബന്ധങ്ങൾ മുറിയുന്ന കാലമാണിത്. പുനർജന്മം പോലെ നിങ്ങളുടെ ജീവിതം മാറിമറിയും. അനിഴം, ശിവനാഗബന്ധമുള്ള നക്ഷത്രമാണിത്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യലാഭം ഉണ്ടാകും. വിശാഖം, ലക്ഷ്യസിദ്ധിക്ക് ശിവാനുഗ്രഹം ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണിവർ. നിങ്ങൾക്ക് ഉയർച്ച ഉറപ്പാണ്. പൂരാടം, ദീർഘകാലത്തിലെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ധനത്തിനും ആത്മീയ ശാന്തിക്കും അവസരങ്ങളുണ്ടാകും. ഉത്രാടം, ശിവന്റെ കഠിന പരീക്ഷകൾ കഴിഞ്ഞവരാണിവർ. ഇവർക്ക് ഇനി മുതൽ അങ്ങോട്ടേക്ക് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. മറ്റു നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം. അശ്വതിയും ഭരണിയും രോഗശാന്തി ഉണ്ടാകും. കാർത്തികയ്ക്കും രോഹിണി നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ സുഖമുണ്ടാകും. പുണർദം, പൂയം എന്നിവർക്ക് മാനസിക ശാന്തി ഉണ്ടാകും. അത്തം, ചിത്തിര എന്നിവർക്ക് തൊഴിൽ മുന്നേറ്റം. തിരുവോണം, അവിട്ടം എന്നിവർക്ക് പുതിയ തുടക്കം. ചതയം നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ മാറും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇന്ന് ശിവനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുക. വെള്ളം അല്ലെങ്കിൽ പാൽ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക. ബില്വപത്രം സമർപ്പിക്കുക. വെളുത്ത വസ്ത്രം ധരിക്കുക. സത്യം പറയുക. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇവയൊക്കെയാണ്: കള്ളം പറയുന്നത്, കോപപ്പെടുന്നത്, അഹങ്കാരം കാണിക്കുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് ശിവൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹനം എല്ലാം ശിവൻ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോ കണ്ടത് തന്നെ ശിവൻ്റെ അനുഗ്രഹമായി കരുതുക. ഓം നമഃശിവായ എന്ന് കമൻറ്റിൽ എഴുതുക. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നക്ഷത്രഫലങ്ങളും ദൈവാനുഗ്രഹവുമായി വീണ്ടും കാണാം. നന്ദി.